സ്നേഹമുള്ള വിദ്യാർത്ഥിനികളെ, സർവശക്തനായ അല്ലാഹു അവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മിലെല്ലാം വർഷിക്കുമാറാവട്ടെ. മഹാനായ ഇമാം നവവിയുടെ അർബഈന നവവിയ്യ എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള പ്രവാചകൻ്റെ തിരുമൊഴികളാണ് നമ്മൾ പഠിച്ചു വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? നമ്മൾ രണ്ടാളും ഇങ്ങോട്ടിരിക്കുക. ഇനി ആരെങ്കിലും വരാനുണ്ടോ? എന്താ? ആ ഒരു ഹദീസും അതിൻ്റെ അർത്ഥവും നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ്, عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പ്രവാചകന്റെ അനുചരൻ അദ്ദേഹം നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്നത് വളരെ സാധുവായ ഒരു മനുഷ്യനാണ്. റഷ്യയിൽ നിന്ന് ഇസ്ലാമിനെ കണ്ടെത്തി മദീനയിൽ എത്തിച്ചേർന്ന ഒരു സ്വഹാബിയാണ്. മാത്രമല്ല അഹ്ലു സുഫ എന്നാണ് ആ സ്വഹാബിയെ അറിയപ്പെടാറുള്ളത്. അതായത് പള്ളിയിലെ വരാന്തകളിൽ അല്ലെങ്കിൽ പള്ളിക്കകത്ത് കിടന്നുറങ്ങി തനിക്ക് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ പഠിച്ചെടുക്കാൻ വേണ്ടി നബിയെ വിടാതെ ഫോളോ ചെയ്ത് പ്രവാചക തിരുമേനിയോടൊപ്പം എപ്പോഴും സന്തത സഹചാരിയായി നബിയുടെ കൂടെ നടക്കാറുള്ള, പ്രവാചകന്റെ ഹദീസുകൾ കേൾക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സ്വഹാബിയാണ്. പല സന്ദർഭത്തിലും പട്ടിണി കിടന്ന് ബോധക്ഷയം വന്ന് വീണുപോയിട്ടുള്ള ഒരു സ്വഹാബിയാണ്. എഴുത്തും വായനയും അറിയാത്ത ഒരു സ്വഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അതേപോലെ പെട്ടെന്ന് കാണാതെ പഠിച്ച് അത് മറ്റുള്ളവർക്ക് കേട്ട് എത്തിച്ചു കൊടുത്തിരുന്നൊരു സ്വഹാബിയാണ്. പ്രവാചകന്റെ അധരങ്ങൾ മൊഴിയുന്ന അറിവിൻ്റെ തിരമാലകളെ വാരിപ്പുണർന്ന് അത് മനഃപ്പാഠമാക്കി ഒരക്ഷരം പോലും മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിച്ച് പിന്നീട് മറ്റുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുത്ത ഒരു സ്വഹാബിയാണ്. അത്രമേൽ പ്രത്യേകതയും പ്രവാചകനിൽ നിന്ന് ധാരാളക്കണക്കിന് ഹദീസുകൾ പിന്നീടുള്ള തലമുറകൾക്ക് കൈമാറിക്കൊടുക്കുകയും ചെയ്ത ഒരു സ്വഹാബിയാണ് അബൂ ഹുറൈറ. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മൻ ആരാണോ, യുഅ്മിനു ആമന യുഅ്മിനു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, ബില്ലാഹി അല്ലാഹുവിൽ ആർ വിശ്വസിക്കുന്നുവോ, വൽ യൗമിൽ ആഖിർ, യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ അന്ത്യദിനം. യൗമു എന്ന് പറഞ്ഞാൽ ദിവസം, ദിനം എന്നാണ്. ആഖിർ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ദിവസം. അപ്പൊ അന്ത്യദിനത്തിലും വിശ്വസിക്കുക. അന്ത്യദിനം എന്ന ഒന്നുണ്ട്, അല്ലാഹു എന്നവനുണ്ട് എന്ന് ആർ വിശ്വസിക്കുന്നുവോ അവരെന്തു ചെയ്യണം? ഫൽയഖുൽ, അവർ പറയട്ടെ എന്നാണ്. ഖൈറൻ, നല്ലത്, അവർ നല്ലത് പറയട്ടെ. ഔലി യസ്മുത്ത്, അല്ലെങ്കിൽ സുംത്ത് എന്ന് പറഞ്ഞ നിശബ്ദത പാലിക്കാനാണ്, സൈലൻ്റ് ആവുക. ഔലി യസ്മുത്ത്, അല്ലെങ്കിൽ അവർ മൗനം ദീക്ഷിക്കട്ടെ, മിണ്ടാതിരിക്കട്ടെ. ഒരാൾ അല്ലാഹു ഉണ്ട്, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവർ നല്ലത് പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നതാണ്. വമൻ കാന യുഅ്മിനു ബില്ലാഹ്,
തുടർന്ന് വീണ്ടും പറയാണ്, ആർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവോ ഫൽ യുക്രിം അക്രമ യുക്രിമു എന്ന് പറഞ്ഞാൽ ആദരിക്കുക എന്ന്, അവർ ആദരിക്കട്ടെ ആരെ? ജാറഹു അവൻ്റെ അയൽവാസിയെ. അള്ളാഹുവും മരണാനന്തര ജീവിതവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവർ അയൽവാസിയെ ആദരിക്കട്ടെ എന്നതാണ്. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ ഫൽ യുക്രിം ലൈഫഹു, ഫൽ യുക്രിം അവർ ആദരിക്കട്ടെ ലൈഫഹു അവൻ്റെ അതിഥിയെ, ഗസ്റ്റിനെ. അപ്പോൾ 3 നന്മകളും 3 സൽസ്വഭാവവുമാണ് ഈ ഒരു ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ആ ഹദീസിൻ്റെ പദാനുപദ അർത്ഥം ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. മൻ കാന യുഅ്മിനു ബില്ലാഹ്, മൻ ആരാണ്? കാന യുഅ്മിനു അവൻ വിശ്വസിക്കുന്നു, ബില്ലാഹ് അല്ലാഹുവിൽ, അല്ലാഹു ഉണ്ട് എന്നൊരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ, വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ഫൽ യഖുൽ ഖൈറ അവർ നന്മ പറയട്ടെ, ഔ ലിയസ്മുത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹ് ആർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ ഫൽ യുക്രിം ജാറുഹു അവൻ അവൻ്റെ അയൽവാസിയെ ആദരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹ് ആർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും ഫൽ യുക്രിം ലൈഫഹു അവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. അപ്പോൾ ഈ ഹദീസിൻ്റെ പദാനുപദ അർത്ഥമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇതിൽ സൽസ്വഭാവത്തെക്കുറിച്ചാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൽസ്വഭാവം മനസ്സുകൊണ്ട്, കൽബ് കൊണ്ട് സൽസ്വഭാവം സ്വീകരിക്കണം, നാവുകൊണ്ട് സൽസ്വഭാവം സ്വീകരിക്കണം, ശരീരം കൊണ്ട് സൽസ്വഭാവം സ്വീകരിക്കണം. കാരണം സൽസ്വഭാവം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ ഒരു നന്മയാണ്. ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും വലിയ നന്മയിൽ ഒരു നന്മയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. ഒരാൾ സൽസ്വഭാവിയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ഒരു വ്യക്തി ലയുദ്രികു ബിഹുസ്നിൽ ഖുലുഖ് സൽസ്വഭാവം കൊണ്ട് നേടിയെടുക്കും ദറജത സ്വാഇമിൽ ഖായിം നോമ്പുകാരൻ്റെ പദവിയും രാത്രി നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പദവിയും. അപ്പോൾ രാത്രി നിന്ന് നമസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു പദവിയുണ്ട്, നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് ഒരു പദവിയുണ്ട്. ആ പദവി സൽസ്വഭാവം കൊണ്ട് ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതാണ്. അപ്പോൾ നമ്മുടെ സൽസ്വഭാവം നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്, നമ്മുടെ വാക്കുകളിൽ പ്രതിഫലിക്കേണ്ടതാണ്, നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സൽസ്വഭാവം കാണിച്ചാൽ നമുക്ക് നോമ്പുകാരൻ്റെ പദവിയും രാത്രി ഏറെ നേരം നിന്ന് നമസ്കരിക്കുന്നവൻ്റെ പദവിയും ലഭിക്കും എന്നതാണ് നാം ഈ സൽസ്വഭാവത്തെക്കുറിച്ച് ബേസിക്കലി അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല ഈ സൽസ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ വേണം എന്ന് നമ്മൾ പറഞ്ഞു. ആ വാക്കിലുള്ള സൽസ്വഭാവമാണ് ഈ ഹദീസിൽ നമ്മൾ പഠിക്കുന്നത്. മൻ കാന യുഅ്മിനു ബില്ലാഹ് ആർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവോ ഇവർക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് സൽസ്വഭാവം. അല്ലാഹു ഉണ്ട് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ സൽസ്വഭാവികളായിരിക്കണം. പരലോകമുണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ സൽസ്വഭാവികളായിരിക്കണം. കാരണം സൽസ്വഭാവം ഒരു മനുഷ്യനെ മരണാനന്തര ജീവിതത്തിൽ വിജയിപ്പിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം ഒരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബ്ളിൽ ജന്ന, സ്വർഗത്തിൻ്റെ തീരങ്ങളിലും ഓരങ്ങളിലുമായി വീട് ലഭിക്കും എന്നതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ആർക്ക്? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖ, മനുഷ്യന്മാരോട് തർക്കിക്കാതെ വെറുപ്പിക്കാതെ പിന്മാറുന്നവരോട്. ആളുകളോട് തർക്കിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമുക്കുണ്ടാവും. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, മറ്റു പല വ്യക്തിപരമായ വിഷയങ്ങളുടെ പേരിൽ, സാമ്പത്തികമായ കാര്യങ്ങളുടെ പേരിൽ ഒക്കെ ജനങ്ങളോട് തർക്കിക്കുന്നവരാണ്. തർക്കം തിന്മയായി നോക്കിക്കാണുന്ന മതമാണ് ഇസ്ലാം. ആരോടും തർക്കിക്കാൻ പാടില്ല എന്ന്.
വഇൻകാന മുഹിഖ, ഇനി അവൻ ന്യായമുള്ളവനാണെങ്കിലും ശരി, ഒരാളടുത്ത് ന്യായമുണ്ട്, ശരി അയാളടുത്താണ്, എങ്കിൽ പോലും അപരരോട് തർക്കിക്കാൻ പാടില്ല. തർക്കിച്ചാൽ വ്യക്തിബന്ധങ്ങളെ അത് ബാധിക്കും. വ്യക്തികൾക്കിടയിൽ പകയും വെറുപ്പും അനിഷ്ടവും രൂപപ്പെടും. അതുകൊണ്ട് തർക്കിക്കരുതെന്ന്. അപ്പൊ തർക്കിക്കാതെ സൽസ്വഭാവം കാണിക്കുന്ന ഒരാൾക്ക് അള്ളാഹു എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? സ്വർഗത്തിൽ ഒരു വീടാണ്. അതിൻ്റെ തുടർച്ചയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വബിബൈത്തിൻ ഫീ വസ്തുൽ ജന്ന, സ്വർഗത്തിൻ്റെ നടുഭാഗങ്ങളിൽ വീട് ലഭിക്കും. ആർക്ക്? ലിമൻ തറക്കൽ കദിബ വഇൻകാന മാസിഹ, തമാശക്ക് പോലും കളവ് പറയാത്തവർക്ക്. നമ്മളിൽ പലരും കളവ് പറയുകയും തമാശയായി അത്തരം വിറ്റുകളും നർമ്മങ്ങളും സല്ലാപങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യും. പക്ഷേ കളവ് എന്നത് ഇസ്ലാമികമായി തിന്മയാണ്. കളവ് പറയാത്ത ഒരു വ്യക്തിക്ക് അല്ലാഹു സ്വർഗത്തിലൊരു വീട് നൽകും എന്നതാണ്. മറ്റൊന്ന് വബിബൈത്തിൻ ഫി അഅ്ലൽ ജന്ന, സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ കണ്ണായ സ്ഥലത്ത് അള്ളാഹു വീട് നൽകും. ആർക്ക്? ലിമൻ ഹസുന ഖുലുഖഹു, സൽ സ്വഭാവികൾക്ക്. അപ്പോൾ സ്വർഗത്തിൽ ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഭൂമിയിൽ ഒരാൾക്ക് വീട്, ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഒരാൾക്ക് വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രമേൽ വലിയ ഹാപ്പിനെസ് ആയിരിക്കും. പക്ഷേ സ്വർഗം എന്ന് പറയുന്ന മരണാനന്തര ജീവിതത്തിലെ പ്രതിഫല ലോകത്ത് ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഒരാൾക്ക് വീട് നേടിക്കിട്ടുന്ന വലിയ ഒരു നന്മയുടെ പേരാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥലത്ത് ഒരാൾക്ക് സൽസ്വഭാവം കൊണ്ട് സ്വർഗത്തിൽ വീട് ലഭിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നാവ് കൊണ്ട് സൽസ്വഭാവം കാണിക്കണം. ആ നാവ് കൊണ്ട് കാണിക്കുന്ന സൽസ്വഭാവമാണ് ഈ ഹദീസിൽ പ്രഥമ വാചകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സൽസ്വഭാവം ഉണ്ടാവേണ്ടവർ എന്നതിന് മാനദണ്ഡമായി പറഞ്ഞത്. ഒന്ന് സത്യവിശ്വാസവും മറ്റൊന്ന് പരലോക വിശ്വാസവും. എന്താണ് സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഇവിടെ ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് കാണാം. അവരുടെ കൂട്ടത്തിൽ ദൈവവിശ്വാസികളുണ്ട്, ബഹുദൈവ വിശ്വാസികളുണ്ട്, തൃത്വവാദികളുണ്ട്. അങ്ങനെ പല ജാതി പല രൂപത്തിൽ ദൈവവിശ്വാസികളായ ആളുകളുണ്ട്. ചില ആളുകൾ വിഗ്രഹങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ രൂപമുണ്ടാക്കി ആരാധിക്കുന്നവരാണ്. മറ്റു ചിലർ പ്രകൃതി പ്രതിഭാസങ്ങളിൽ ദൈവത്തെയും ദൈവത്തിൻ്റെ ഉപദൈവങ്ങളെയും കാണുന്നവരാണ്. സൂര്യന് പിന്നിൽ സൂര്യദേവൻ, ചന്ദ്രന് പിന്നിൽ ചാന്ദ്രിക ദേവി, ഭൂമിക്ക് പിറകിൽ ഭൂമിദേവി, കടലിന് പിന്നിൽ കടലമ്മ, അതേപോലെ അഗ്നിക്ക് പിറകിൽ അഗ്നിദേവൻ, നാഗത്തിന് പാമ്പിന് പിറകിൽ നാഗദേവത, പശുവിന് പിറകിൽ ഗോമാതാവ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കുരങ്ങൻ, അത് ആഞ്ജനേയൻ, ഹനുമാൻ തുടങ്ങി വ്യത്യസ്തങ്ങളായ ഓരോ മൃഗങ്ങളിലും വസ്തുക്കളിലും വ്യക്തികളിലും പ്രകൃതി ശക്തികളിലും ഉപദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന, വകവെച്ചു കൊടുക്കുന്ന ദൈവവിശ്വാസികളെ നമുക്ക് കാണാം. ഇനി ദൈവം തന്നെ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളെയും സമൂഹത്തിൽ കാണാം. പക്ഷേ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവവിശ്വാസം എന്ന് പറയുന്നത് 5 കാര്യങ്ങളാൽ സമ്പന്നമാണ്. ഒന്ന്, ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. 2, ആ ദൈവം ഏകനാണ് എന്ന് വിശ്വസിക്കണം. 3, ആ ദൈവമാണ് ഈ പ്രപഞ്ചം അഖിലാണ്ടവും പടച്ച് സംരക്ഷിക്കുന്നത് എന്ന് വിശ്വസിക്കണം. 4, ആ ദൈവം സൃഷ്ടാവാണെങ്കിൽ, പടച്ചവനാണെങ്കിൽ, സംരക്ഷകനാണെങ്കിൽ ആ പടച്ചവനാണ് ആരാധനക്കർഹൻ എന്ന് വിശ്വസിക്കണം. ആ പടച്ചവന് പറയപ്പെട്ടിട്ടുള്ള നാമഗുണവിശേഷണങ്ങളിൽ ആ പടച്ചവൻ ഏകനാണ് എന്നും അവൻ്റെ ഗുണവിശേഷണങ്ങളിൽ അവന് പങ്കാളികളില്ല എന്നും വിശ്വസിക്കണം. ഇതാണ് ഇസ്ലാം പറഞ്ഞ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു ഉണ്ട്, അള്ളാഹുവിൽ ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് നമുക്കറിയണം. ഒന്ന്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഇപ്പോൾ ഇവിടെ നിരീശ്വരവാദികളുണ്ട്. ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ പ്രകൃതിയുടെ വികൃതിയായി സ്വയംഭൂവായി ഉണ്ടായതാണെന്നാണ് അവരുടെ വിശ്വാസം. തന്നാലുണ്ടായതാണ്. ഈ ഒരു മുട്ടുസൂചി പോലും അല്ലെങ്കിൽ ഫോണ് പോലും ഒരു മാനുഫാക്ചറിങ് സിസ്റ്റം ഇല്ലാതെ ഉണ്ടാവുന്നില്ല എന്നുള്ളത് കോമൺ സെൻസാണ്. എന്നാൽ ഈ മഹാപ്രപഞ്ചം, ഇവിടെ രാവുണ്ടാകുന്നു, പകലുണ്ടാകുന്നു, പ്രഭാതമുണ്ടാകുന്നു, പ്രദോഷമുണ്ടാകുന്നു,
ഹേമന്തമുണ്ടാകുന്നു, സീമന്തമുണ്ടാകുന്നു, വസന്തമുണ്ടാകുന്നു, ശൈത്യകാലമുണ്ടാകുന്നു, ഉഷ്ണകാലമുണ്ടാകുന്നു, മാമ്പഴക്കാലമുണ്ടാകുന്നു, അതേപോലെ ചക്കയുടെ കാലമുണ്ടാകുന്നു. പ്രത്യേക സീസണബിളായിട്ട് ഓരോന്നും അതിൻ്റെ ക്രമം വിടാതെ ഒരു ആസൂത്രണം പോലെ നടന്നു പോകുന്നുണ്ട്. മഴക്കാലമുണ്ടാകുന്നു, വേനൽക്കാലമുണ്ടാകുന്നു. ഈ ഉണ്ടാകുന്നതിൻ്റെ പുറകിൽ ഇതൊക്കെ തന്നാലുണ്ടാവണാണ്, ഇതിലൊന്നും പുറകിൽ ആരുമില്ല എന്ന വിശ്വാസക്കാരാണ് നമ്മുടെ സമൂഹത്തിലെ ചിലർ. എന്നാൽ ഈ മഹാപ്രപഞ്ചവും അതിൻ്റെ കൃത്യമായ ആസൂത്രണവും അതിൻ്റെ പിറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നതാണ് പടച്ചോനിൽ വിശ്വസിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ട്, ആ അൽ ഈമാനു ബി വുജൂദില്ല, അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ എങ്ങനെ വിശ്വസിക്കുക? അല്ലാഹ് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മതി. അള്ളാഹുവിന് സത്തയുണ്ട്, അസ്തിത്വമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സത്തുണ്ട്, ആണ് നിങ്ങൾ. അള്ളാഹുവിന് ഇതേപോലെ സത്തുണ്ട്. ആ അള്ളാഹു അവൻ്റെ സത്ത എവിടെയാണ്? ചില ആളുകളെ വിശ്വാസം എന്താ പറയുക? അഖീദ പൂർണ്ണമാവാതെ സ്വർഗം കിട്ടൂല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. ചില ആളുകളുടെ വിശ്വാസം അള്ളാഹു എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടല്ലോ, നമ്മളെവിടെയാണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ കള്ളുണ്ട്. സൗർ ഗുഹയിൽ ശത്രുക്കളെ ഭയം വിറച്ചിരുന്നപ്പോൾ പേടിക്കണ്ട, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നാണ്. അപ്പൊ അള്ളാഹു അവിടെയുണ്ട്, തൂണിലുണ്ട്, തുരമ്പിലുണ്ട്. ചില ആൾക്കാരെന്താ പറയാറ്? അള്ളാഹു ദൈവം അവൻ്റെ മുമ്പിൽ അപ്പക്കഷ്ണത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പം തിന്നാൻ വിശന്നപ്പോൾ അവനാരോ അപ്പം കൊണ്ടേ കൊടുത്തു. അപ്പം ആ അപ്പക്കഷ്ണത്തെ ദൈവമായി കാണാണ് ചില ആൾക്കാർ. ചില ആളുകൾ ദൈവത്തിൻ്റെ രൂപത്തിൽ അയാൾ വന്ന് പ്രത്യക്ഷപ്പെട്ടു വരും. ആരെങ്കിലും ഒരു കുട്ടി കുളത്തിൽ വീണു, അവനെ രക്ഷപ്പെടുത്തി, അയാളുടെ രൂപത്തിലാണ് ദൈവം വന്നത് എന്ന് പറയും. എന്നിട്ട് ആ മനുഷ്യനെ ദൈവമാക്കി പറയും. ഇങ്ങനെ പല ജാതി വിശ്വാസക്കാരുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ സത്തയിലുള്ള വിശ്വാസം. അള്ളാഹ് എവിടെയെന്ന് വെച്ചാൽ അള്ളാഹ് ഫിസ്സമാണ്, അള്ളാഹ് ഉപരിയിലാണ്. അള്ളാഹു ഉപരിയിലാണ്, 7 വാനങ്ങൾക്കും അപ്പുറത്താണ്. അത് ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ പടച്ചോൻ എവിടെയെന്ന് വെച്ചാൽ പടച്ചോൻ ഉപരിയിലാണ്. ഇസ്തവാഅലൽ അർശ്, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ അവൻ ഉപവിഷ്ടനാണ്. അപ്പൊ പിന്നെ ഇവിടെയൊക്കെ അല്ലണ്ട് എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാഴ്ച കൊണ്ടും കേൾവി കൊണ്ടും അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും കൂടെയുണ്ട് എന്നാണ്. അള്ളാഹു നമ്മളെവിടെയാണെങ്കിലും നമ്മളെ കാണുന്നു, നമ്മളെ കേൾക്കുന്നു, നമ്മളെക്കുറിച്ച് അറിയുന്നു, നമ്മൾക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ കഴിവുള്ളവനാണ്. അള്ളാഹ് എവിടെയെന്ന് വെച്ചാൽ അള്ളാഹു ഉപരിയിലാണ്. അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കണം. അതോടൊപ്പം അള്ളാഹു ഏകനാണ്. അള്ളാഹു ഏകനാണ്, ഏകനായ അള്ളാഹുവാണ്. ഇവിടെ ക്രിസ്തീയ സമൂഹം വിശ്വസിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിത്വവാദമാണ്. അള്ളാഹിൻ്റെ കുട്ടിയാണ് യേശു എന്നാണ്. അപ്പോൾ യഹോവയുടെ കുട്ടിയാണ്, സന്താനമായി പിറന്ന യേശു. അപ്പോൾ കുട്ടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രിസ്തീയ സമൂഹം. അള്ളാഹു അവതാരം എടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അത് പന്നിയുടെ, വരാഹത്തിൻ്റെ, മത്സ്യത്തിൻ്റെ, കൂർമ്മത്തിൻ്റെ, നരസിംഹത്തിൻ്റെ, വാമനൻ്റെ ഒക്കെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അവതാരമുണ്ട് എന്നാണ് വേറെ ചില ആളുകളുടെ ദൈവവിശ്വാസം. എന്നാൽ അള്ളാഹു ഏകനാണ് എന്നതാണ്. ഉപദൈവങ്ങളില്ല, സൂര്യനൊരു ദൈവം, ചന്ദ്രന് വേറെ, അങ്ങനെ ഇല്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിനുള്ള വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏകനാണ് എന്നും അവനാണ് സൃഷ്ടാവ് എന്നും അങ്ങനെ വിശ്വസിക്കുന്നവരുടെ വിഷയമാണ് ഇവിടെ മൻകാന യുഅ്മിനു ബില്ലാഹ് എന്ന് പറയുന്നത്. വൽ യൗമിൽ ആഖിർ, പരലോകം ഉണ്ട് എന്നൊരു വിശ്വാസം. എന്താ പരലോകം ഉണ്ടെന്ന് ചില ആളുകളൊക്കെ ഇപ്പോഴും ഉറപ്പില്ല. എന്ത് പരലോകമുണ്ടോ? അതെങ്ങനെ ഉണ്ടാവുക? ഒരാൾ മണ്ണോട് അലിഞ്ഞു ചേർന്ന് അയാളുടെ എല്ലുകൾ ദ്രവിച്ച് തൊലിയൊക്കെ പുഴുക്കൾ തിന്ന് മാംസമൊക്കെ ഇല്ലാതെയായ ഒരു മനുഷ്യനെ വീണ്ടും പുനർജീവിപ്പിക്കുമോ? അങ്ങനെ എന്നിട്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമോ? എന്നിട്ട് അവിടെ വിചാരണ നടക്കുമോ? അവിടെ പരലോക നാൾ ഉണ്ടാകുമോ? വിശ്വസിക്കാൻ പോലും പറ്റണില്ല. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും. ഇപ്പോൾ ഒരാളെ കടുവ തിന്നു, അയാൾ കുറച്ച് ഇറച്ചി വന്നിട്ട് സിംഹം തിന്നുപോയി, കുറച്ച് കഴുകനും തിന്നുപോയി, കുറേ പുഴുക്കളും തിന്നു. അപ്പോൾ നമ്മളുള്ളത് എവിടെയാണ്? കുറേ കടുവൻ്റെ പള്ളയിലും കുറേ സിംഹത്തിൻ്റെ പള്ളയിലും ഒക്കെയാണ്. വേറെ ചില ആളുകളെ കത്തിച്ച് ദഹിപ്പിച്ച് അയാളെ ഗംഗയിൽ കൊണ്ടുപോയി അയാളുടെ അസ്ഥിപഞ്ജരങ്ങൾ ഒഴുക്കുകയാണ്. അപ്പോൾ ആ ഒഴുകിപ്പോയ എവിടെയോ കിടക്കുന്ന ഈ ശരീരം വീണ്ടും പുനർജീവിപ്പിക്കുമോ?
ഇതാണ് ചില ആളുകളുടെ സംശയം. അപ്പം പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ എന്നാണ് സൽസ്വഭാവത്തിൻ്റെ മാനദണ്ഡമായി പറഞ്ഞത്. പരലോകം ഉണ്ട് എന്ന് പറയാൻ അള്ളാഹു കൊണ്ടുവന്ന കുറേ തെളിവുകൾ, ശാസ്ത്രീയമായ തെളിവുകൾ അടക്കമുണ്ട്. ആ തെളിവുകൾ വെച്ചിട്ടാണ് അള്ളാഹു പരലോകം ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നത്. അതിൽ ഒന്ന്, ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച. അതിങ്ങനെ ഇന്ദ്രിയത്തുള്ളിയെ മാംസപിണ്ഡമാക്കി, രക്തപിണ്ഡമാക്കി, സിക്താണ്ഡമാക്കി, എല്ലാക്കി മാംസം കൊണ്ട് പൊതിഞ്ഞ് പിന്നീട് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ സിസ്റ്റം ഉണ്ടാക്കി അതിന് കൈകാലുകൾ രൂപപ്പെടുത്തി കണ്ണ് കീറി കാത് കീറി ജീവനിട്ട് കൊടുത്ത് ഈ വളർച്ചയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി ഭൂമിയിൽ വന്ന് കുറച്ചേ കാലം ജീവിച്ച് സുമ്മയിന്നക്കും ബാധകാലിക്കല മയ്യത്തു, ഇനി നിങ്ങൾ മരിക്കും ഒരു ദിവസം. അതിലും നമുക്ക് സംശയമില്ല. സുമ്മയിന്നക്കും യൗമൽ ഖിയാമത്തിലെത്തു ബാസു, ഇനി ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളെ കൊണ്ടുവരും എന്നല്ലാഹു പറഞ്ഞപ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയൊക്കെ നമ്മൾ അംഗീകരിച്ചു, മരിക്കുന്നുള്ളതും സംഭവിച്ചു. പക്ഷേ ജനിക്കും, വീണ്ടും പുനർജീവിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം മനുഷ്യൻ അംഗീകരിച്ചില്ല. അവിടെ അള്ളാഹു മനുഷ്യോൽപത്തിയെക്കുറിച്ചും മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചാണ് നമുക്ക് പറഞ്ഞു തന്നത്. 2, മനുഷ്യൻ്റെ ഫിംഗർ പ്രിൻ്റ് ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം തന്നെയാണ് സത്യം. വലാ ഉഖ്സിമു ബിൻ നഫ്സിൽ ലവ്വാമ, അതേപോലെ ആക്ഷേപകാരിയായ മനസ്സ് തന്നെയാണ് സത്യം. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ എല്ലുകളെ പുനർജീവിപ്പിക്കൂല. ബലാ ഖാദിരീന അലാ നുസവ്വിയ ബനാന, നിന്റെ ഫിംഗർ പ്രിന്റ് ശരിപ്പെടുത്താൻ കെൽപ്പുറ്റവനാണ് നിന്റെ സൃഷ്ടാവ്. ആ കഴിവുള്ളവന് നിന്നെ പുനർജീവിപ്പിക്കാനും കഴിയുന്നതാണ്. അപ്പോൾ 850 കോടി മനുഷ്യർ ഇന്ന് സമൂഹത്തിലുണ്ടെന്നാണ്. അവരുടെയൊക്കെ ഫിംഗർ പ്രിന്റ് ആദം നബി മുതൽ അവസാന മനുഷ്യൻ വരെ ഈ സെൻറ്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഈ ഒരു സ്പോട്ട് ഇത്രയേറെ കണിശമായി കഴിവുള്ളവൻ, അങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ നിങ്ങളെ പുനർജീവിപ്പിക്കും എന്ന് അള്ളാഹു സമർത്ഥിപ്പിക്കാൻ, ഈ കഴിവിനെ ചൂണ്ടിയിട്ടാണ് പുനർജനിപ്പിക്കാനുള്ള കഴിവിനെ അള്ളാഹു പറഞ്ഞത്. മണൽ തിട്ടയിൽ നിന്ന് കിട്ടിയ എല്ല് കയ്യിലിട്ട് പാറ്റി ഊതിയിട്ട് മനുഷ്യൻ പറഞ്ഞു, യുഹയിൽ ഇളാമ വഹിയ റമീം, ഈ ദ്രവിച്ച എല്ലുകളെ വീണ്ടും പുനർജീവിപ്പിക്കുമെന്നോ? എങ്കിൽ ഒരിക്കലും ഇത് ഞങ്ങൾ വിശ്വസിക്കണില്ല എന്നാണ്. അപ്പം അള്ളാഹു പറഞ്ഞ അതിനെ ഗണ്ണിച്ച എങ്ങനെയാണെന്ന് കാലമ യുഹയിൽ ഇളാമ വഹിയ റമീം ഖുൽ യുഹീഹ അല്ലദീ അൻശഅഹ അവ്വല മറ, ഈ മനുഷ്യ സൃഷ്ടിപ്പ് ആരാണോ ഉണ്ടാക്കിയത് അവനെ ജയിപ്പിക്കുന്നതാണ്. അപ്പം നമ്മൾ ആരാ മുമ്പ് സൃഷ്ടിച്ചത്? ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നമ്മളെ സൃഷ്ടിച്ചില്ല. ഈ കണ്ണ് നൽകിയ, കൈകാലുകൾ തന്ന, നമ്മളെ ഈ കാണുന്ന രൂപത്തിൽ പടച്ചവന് പിന്നെ ശേഷിക്കുന്ന കോശത്തിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഖണ്ഡനം പറയാണല്ലോ. അപ്പം അത് അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ ചൂണ്ടിയിട്ടാണ് അവനെ പുനർസൃഷ്ടിപ്പിക്കാൻ അവൻ കഴിവുള്ളവനാണെന്ന് പറയുന്നത്. 4-മത്തത്, തരിശായി കിടക്കുന്ന ഒരു ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ അവിടെ ചെടികൾ ഉണ്ടാവുകയാണ്. ചെടികൾ മുളക്കുന്നത് പോലെ ചത്ത ഭൂമിയിൽ ചെടികൾ മുളപ്പിക്കുന്ന അള്ളാഹുവിന് ചത്ത മനുഷ്യനെ, മരിച്ചുപോയ മനുഷ്യനെ പുനർജനിപ്പിക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് പുനർജീവിതത്തെയും പരലോകത്തെയും അടയാളപ്പെടുത്തുന്നത്. അപ്പം ഞാൻ ഈ 2 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്, ഏതൊരു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണമെങ്കിലും ഈ 2 വിശ്വാസം നമുക്കുണ്ടാവണം, എങ്കിലേ ഇതൊക്കെ ചെയ്യുള്ളൂ. 1, അള്ളാഹു ഉണ്ട്. 2, മരിച്ചതിനപ്പുറം ഒരു ജീവിതമുണ്ട്. അപ്പോഴേ സൽസ്വഭാവത്തോടെ കൂടി പെരുമാറണം എന്നുള്ളതിൻ്റെ ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. എനിക്കിപ്പോൾ ഒരാളെ തെറി വിളിക്കണം. എന്താ തെറി വിളിച്ചാൽ എന്നെ സൃഷ്ടിച്ചവൻ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നും മരിച്ചതിനപ്പുറം ഒരു ജീവിതം ഉണ്ട് എന്നും പറഞ്ഞാൽ അവൻ തെറി വിളിക്കൂല. അവൻ സൽസ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവരും. ലിസൺ, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കേ സൽക്കർമ്മം ചെയ്യാൻ പ്രചോദനമുള്ളൂ. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കേ ദുഷ്കർമ്മം ചെയ്യാതിരിക്കാൻ പ്രചോദനമുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നന്മയും തിന്മയും ചെയ്യാൻ ഒന്ന് ചെയ്യണോ ഒന്ന് ചെയ്യാതിരിക്കേണ്ട ആവശ്യം എന്താ? പടച്ചോനുണ്ട്. നമ്മളൊക്കെ സൃഷ്ടിച്ച ഒരു റബ്ബിൻ്റെ കൺട്രോളിലാണ്, നിരീക്ഷണത്തിലാണ് നമ്മൾ എന്ന് വന്നാലേ സൽക്കർമ്മം ചെയ്യാനുള്ള മോട്ടിവേഷനുള്ളൂ. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുകയാണ്. അവിടെ ഒരു സാറ് വന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് തെറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രചോദനം, കോപ്പി അടിക്കാനുള്ള പ്രചോദനം. എന്നാലും നിങ്ങൾ അടിക്കും, അത് വേറെ വിഷയം. ഒരു സാറിങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ കുത്തിരുന്നാണ്ട് ആരെയും തെറ്റ് ചെയ്യും. അപ്പോൾ ഒരു നിരീക്ഷകനുണ്ടെങ്കിൽ
തെറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രചോദനം അതാണ്. ഒരു നിരീക്ഷകനുണ്ടെങ്കിൽ നന്മ ചെയ്യാനുള്ള പ്രചോദനവും അതാണ്. ഇസ്ലാമിൻ്റെ പ്രത്യേകതയെ അതാണ്. നന്മ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഒരു സൃഷ്ടാവ് അതിന് പ്രതിഫലം തരും. തിന്മ ചെയ്യുമ്പോഴൊക്കെ ഒരു സൃഷ്ടാവ് അതിൻ്റെ പേരിൽ ശിക്ഷിക്കും. ഈ മോട്ടിവേഷനാണ് നന്മ ചെയ്യാനുള്ള പ്രചോദനവും തിന്മ ചെയ്യാതിരിക്കാനുള്ള പ്രചോദനവും. അതില്ലാത്തൊരു മനുഷ്യന് ഇതൊക്കെ ചെയ്യാൻ തോന്നുമോ? ഞാൻ നിങ്ങളോട് പറയാൻ, സൽസ്വഭാവത്തോടു കൂടി പെരുമാറണം. എന്താ മോട്ടിവേഷൻ? ഒരു മോട്ടിവേഷനും ഇല്ല. എന്നാൽ നമ്മൾ സൽസ്വഭാവം കാണിച്ചാൽ സ്വർഗത്തിലൊരു വീട് തരാം എന്ന് നിങ്ങൾക്ക് വേണമല്ലേ? എനിക്ക് വേണ്ട, എനിക്ക് പ്രയാസമുണ്ട്, എൻ്റെ സൗണ്ടൊക്കെ പോയിക്കണം. മാരത്തോൺ ക്ലാസ് കഴിഞ്ഞ് വരും. രാവിലെ 10 മണി മുതൽ 4 മണി വരെ നിൽക്കാതെ വർത്താനം പറയും. അപ്പോൾ ഇതും കൂടി ആകുമ്പം എനിക്ക് പ്രയാസമുള്ളതുകൊണ്ടാണ് ഓഫാക്കിയത്. ഓക്കെ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മോട്ടിവേഷൻ. അപ്പോൾ നമ്മളോടൊരു കാര്യം പറയണം, നിങ്ങൾ ഇന്ന സംസാരത്തിൽ ഇന്ന മര്യാദ പാലിച്ചാൽ നിങ്ങൾക്ക് ഇന്ന പ്രതിഫലം തരാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ മോട്ടിവേഷനാണ്. ഇപ്പോൾ എക്സാമിന് ഫുള്ള് A+ കിട്ടിയാൽ അതൊരു മോട്ടിവേഷനാണ്. എല്ലാവരുടെ ഇടയിലും ഭയങ്കര നിലയും വിലയും നേടിത്തരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കഠിനാധ്വാനം ചെയ്ത് പഠിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രൊഫഷണൽ രംഗത്ത് വലിയ ഓഫറുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനുള്ള മോട്ടിവേഷനും ഏറ്റവും പെർഫെക്ഷൻ ലെവലിൽ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തെ നിയന്ത്രിച്ചത് ഈ ഒരു മോട്ടിവേഷനിലാണ്. അതുകൊണ്ട് അള്ളാഹു ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ കാണുന്നു, അവൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. ഇപ്പം നമ്മുടെ വാപ്പ നമ്മുടെ കാര്യത്തിൽ ഇടപെടുന്നു. വൈ? സംരക്ഷിക്കുന്നവർക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ട്. അപ്പം നമ്മളെ പെറ്റുപോറ്റുന്ന നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കാര്യത്തിൽ നിയന്ത്രണാധികാരമുള്ളവരാണ്. എങ്കിൽ നമ്മളെ സൃഷ്ടിച്ചവനാണ്. കോമൺ സെൻസാണ്, വേണ്ട ഈസ്തറ്റിക് സെൻസാണ്. നമ്മളെ സൃഷ്ടിച്ചവന് നമ്മുടെ മേൽ ഒരു അധികാരം ഇല്ലെങ്കിൽ പിന്നെ എന്ത് സൃഷ്ടാവ്? അപ്പൊ പിന്നെ ആ സൃഷ്ടാവിൻ്റെ നിയന്ത്രണാധികാരത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെയെങ്കിൽ സൽസ്വഭാവം കാണിക്കണം എന്ന് പറഞ്ഞാൽ കാണിക്കണം, ദുസ്വഭാവം കാണിക്കരുതെന്ന് പറഞ്ഞാൽ കാണിക്കാൻ പറ്റൂല. അതുതന്നെയാണ് എൻ്റെ മോട്ടിവേഷൻ. സൽസ്വഭാവം കാണിച്ചാൽ സ്വർഗീയ പ്രതിഫലം, ദുസ്വഭാവം കാണിച്ചാലോ നരകീയ ശിക്ഷ. അതിന് നിയന്ത്രണാധികാരമുള്ളവനാണ് ഈ നിയമം നമ്മുടെ മുമ്പിൽ വെച്ച്. ആ പടച്ചോൻ പറയാണ്, മരിച്ചതിനപ്പുറം ഒരു ജീവിതം വരാനുണ്ട്. അവിടെ നിങ്ങളുടെ ഓരോ അനക്കങ്ങൾക്കും വിചാരണയുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതിന് വിചാരണയുണ്ട്, നിങ്ങൾ കാതുകൊണ്ട് കേട്ടതിന് വിചാരണയുണ്ട്, നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചതിന് വിചാരണയുണ്ട്. ഇത് തന്നവനാണത് പറഞ്ഞത്. ഈ കണ്ണും ഈ കാതും ഈ കൽബും തന്നവനാണിത് പറഞ്ഞത്. അത് പറയാൻ അവന് അധികാരമുണ്ട്. നിങ്ങൾ അനുഭവിച്ച് ആസ്വദിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളെക്കുറിച്ചും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ നമ്മൾ തിന്ന ചിക്കൻ 65, ചിക്കൻ മാന്തി പൊളിച്ചത്, ചിക്കൻ ചവിട്ടിക്കൂട്ടിയത്, പലജാതി പേരുകളുണ്ട്. ഇതിനൊക്കെ വിചാരണ ഉണ്ടാവും. ഇപ്പൊ ബ്രോസ്റ്റ് തിന്നതിന് വിചാരണ ഉണ്ടാവും. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയത് എപ്പോഴാണ്? ഈത്തപ്പഴം തിന്നാൻ കിട്ടി വിശന്ന് വലഞ്ഞ് പൊരിഞ്ഞ് തളർന്ന് കുറേ ദിവസങ്ങളായിട്ട് ആഹാരമില്ലാതെ വെറും പച്ചവെള്ളം കുടിച്ചിട്ട് അവസാനം ഒരു അൻസ്വാരി സഹാബിയുടെ വീട്ടിൽ ചെന്നിട്ട് ഇത്തിരി ഈത്തപ്പഴം ചോദിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് റുത്തബ് ഈത്തപ്പഴം തിന്നുമ്പോൾ അബൂബക്കർ, ഉമർ, റസൂലുള്ള 3 പേര് ഇരുന്ന് തിന്നുമ്പോഴാണ് പറഞ്ഞത്, ഈ അനുഗ്രഹത്തെക്കുറിച്ച് നാളെ വിചാരണ ഉണ്ടാവും. അങ്ങനെയെങ്കിൽ നമ്മൾ ഇത്രയും കാലം തിന്നതിന് വിചാരണയുണ്ട്, ശ്വസിച്ചതിന് വിചാരണയുണ്ട്, ജീവിച്ചതിന് വിചാരണയുണ്ട്. അങ്ങനത്തെ ഒരു വിചാരണ നാൾ നമുക്ക് വരാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഈ സൽക്കർമ്മങ്ങളുടെ മോട്ടിവേഷൻ. അത് തിരിയാതെ നിങ്ങളോട് ഞാൻ എത്ര നല്ലത് പറയണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചു. ഒന്ന്, നിങ്ങളെ പടച്ചു പോറ്റുന്ന നിങ്ങളുടെ മേൽ നിയന്ത്രണാധികാരമുള്ള അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ. 2, മരിച്ചതിനപ്പുറം ഭൂമി ലോകത്ത് ഈ കാലഘട്ടത്തിൽ ജീവിച്ച മുഴുവൻ ജീവിതത്തെയും വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടുന്ന പരലോകമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം?
അവിടെയാണ് സൽസ്വഭാവം നാവിൽ കൊണ്ടുവരേണ്ടത്. ഫൽയഖുൽ ഖൈറ, നല്ലതേ പറയാവൂ. എടാ മത്തങ്ങത്തലയാ എന്നൊരാളെ വിളിക്കാൻ പറ്റും. എടാ മരമാക്രി എന്നൊരാളെ വിളിക്കാൻ പറ്റും. ഇയാൾ ഏത് നൂറ്റാണ്ടിലാണ്? ഞങ്ങളൊക്കെ പുതിയ ഇരട്ടപ്പേരാണ് വിളിക്കുന്നത്. ഞങ്ങൾ ചിന്തിക്കുന്നത് ഒരാളെ പട്ടീന്നോ പന്നീന്നോ അല്ലെങ്കിൽ എൻ്റെ തന്താന്നോ, ഇതൊക്കെ നമ്മളെ കളിക്കളങ്ങളിലും കളിക്കുളങ്ങളിലും മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദങ്ങളാണ്. എന്തെല്ലാം തെറിയാണ് നമ്മളെ കൂട്ടുകാരന്മാരെ നമ്മൾ വിളിക്കാറുള്ളത്. നാവ് കൊണ്ട് ഏതെല്ലാം വിനകളാണ് വരുത്തി വെക്കാറുള്ളത്. ഒന്ന്, കളവ്. നല്ലത് പറയണമെന്ന് പറഞ്ഞാൽ കളവ് പറയാൻ പാടില്ല. അത് സാറന്മാരോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും സുഹൃത്തുക്കളോടാണെങ്കിലും ആരോടും പറയാൻ പാടില്ല. ഒന്ന്, കളവ് പറയാൻ പാടില്ല. തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. നമ്പർ 2, ഉറക്കം കണ്ണുകളിൽ മാറാല കെട്ടുന്നുണ്ട് ചിലരുടെ. മാഫി മുഷ്കിൽ. ഞാൻ ചിലപ്പോൾ ഉണർത്തൊക്കെ ചെയ്യും, നമുക്കൊന്നും തോന്നണ്ട. കാരണം ഇത്രയും നേരങ്ങളിൽ ഇരുന്ന് പഠിക്കായിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ലല്ലേ? നല്ലതേ പറയാവൂ എന്ന് പറഞ്ഞാൽ എന്താ? ചീത്ത പറയാൻ പാടില്ല എന്നല്ലേ? അല്ലേ? നമ്മൾ പറയുന്ന ചീത്തകളൊന്ന് പറഞ്ഞുതരോ, ഏതൊക്കെയാണെന്ന്? അതിൽ PhD ഇരുത്താണല്ലോ, പിന്നെന്താ പറയാത്ത? ഒന്ന്, കളവ്. 2, പരിഹാസം, മറ്റുള്ളവരെ കളിയാക്കലില്ലേ? 3, കുത്തുവാക്ക്, മറ്റൊരാളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ സംസാരിക്കാറില്ല. നെഞ്ച് കരയിപ്പിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കാറില്ല. പിന്നെ പരദൂഷണം, വേറൊരാളെ കുറ്റം പറഞ്ഞ് നടക്കല്ലേ? അയാൾ ചെയ്ത് തന്നെ, അതിനാണ് പരദൂഷണം എന്നറിയാം. അയാളുടെ അസാന്നിധ്യത്തിൽ പറഞ്ഞ് നടക്കുന്ന ആളുകളില്ലേ? എടാ മറ്റോനേറ്റ് മറ്റോളേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു നടക്കലില്ലേ? സകല വ്യഭിചാര വാർത്തകളടക്കം ഇല്ലേ? അതിനാണ് പരദൂഷണം എന്നറിയാം. ഏഷണിയോ? ഏഷണി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇയാളോട് വെറുപ്പ് തോന്നുന്ന രൂപത്തിൽ ഇയാൾ എന്നോട് വന്ന് പ്രസൻറ്റ് ചെയ്യലാണ് ഏഷണി. ഇജ്ജ് വിചാരിക്കണ മാതിരി ഒന്നല്ല, വൃത്തിട്ടോനാ നാളെ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇങ്ങനെ അതായത് മറ്റൊരാളോട് നമുക്ക് വെറുപ്പ് തോന്നുന്ന രൂപത്തിൽ ഒരാളെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യുക, അതിനാണ് ഏഷണി എന്ന് പറയാം. അതേപോലെ വേറെന്താ? നാവ് കൊണ്ട് വരുത്തി വെക്കണ തെറ്റുകൾ, തെറിവാക്കുകൾ വിളിക്കുക. തെറി വിളിക്കൂലേ? ഇരട്ടപ്പേരുകൾ വിളിക്കുക. ഇരട്ടപ്പേരുകൾ വിളിക്കാറില്ലേ? നിങ്ങൾ വിളിക്കലുണ്ടോ? എത്ര മാഷന്മാർക്കൊക്കെ ഇരട്ടപ്പേരാണ്, എല്ലാവർക്കും ഇരട്ടപ്പേരിട്ടിട്ടുണ്ടാവും. ഈ ഇരട്ടപ്പേര് എന്ന് പറഞ്ഞാൽ പരിഹാസപ്പേര് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വിളിക്കരുത്, മനസ്സിലായോ? എന്നാൽ ചിലപ്പോൾ ഓമനപ്പേരുണ്ടാവും. കുഞ്ഞുട്ടി, വാപ്പുട്ടി, കുഞ്ഞാപ്പുട്ടി, കുഞ്ഞിമോന്, പൂവി, പൂമാള്, പൂവി, അതൊക്കെ പണ്ടത്തെ കുട്ടിയെ കിട്ടിയ പേരാണ്. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അതിന് ബ്രിട്ടീഷുകാരെ പട്ടിക്കുട്ടികളെ പേരാണ്. റിങ്കു, റോനു, ഇങ്ക്രു. ഞങ്ങളുടെ നാട്ടിലെ ചങ്ങാൻ്റെ പേരാണ് ഇങ്ക്രു. ഇപ്പോഴത്തെ കുട്ടിയൊക്കെയുള്ള ഓമനപ്പേര് അങ്ങനെ. അതായത് ഓമനപ്പേര് വിളിക്കാം, അത് വേറെ വിഷയം. സ്ഥാനപ്പേരും വിളിക്കാം. ഒരാൾക്ക് ഒരു സ്ഥാനപ്പേര്, ഇപ്പോൾ ഒരാൾ പഠിച്ചൊരു ബിരുദം നേടി, സലഫി, അവനെ മുസ്തഫ സലഫി, മുസ്തഫ മദനി, അങ്ങനത്തെ സ്ഥാനപ്പേരുകൾ വിളിക്കാം. എന്നാൽ എന്ത് വിളിക്കരുത്? അപരനാമങ്ങളും ഇരട്ടപ്പേരുകളും തെറിപ്പേരുകളും വിളിക്കാൻ പറ്റില്ല. വലാ തനാബസു ബിൽ അൽഖാബിന, ഇരട്ടപ്പേര് വിളിക്കരുത് നിങ്ങൾ. ഖുർആനിലെ സൂറത്ത് ഹുജറാത്തിലൂടെ അല്ലാഹു പറഞ്ഞു, ഇരട്ടപ്പേര് വിളിക്കരുത്. അങ്ങനെ ഇരട്ടപ്പേര് വിളിച്ചാൽ വമൻ ലം യതുബ്, അല്ലാഹുവിനോട് തൗബ തേടിയിട്ടില്ലെങ്കിൽ ഫൗലായിക ഹുമുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളാണെന്ന്, അധർമ്മികളാണെന്ന്. അപ്പോൾ ഇരട്ടപ്പേര് വിളിക്കുന്നവരെ അധർമ്മികളും അക്രമകാരികളുമാണെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരാളെ ഇരട്ടപ്പേര് വിളിക്കാൻ പറ്റില്ല. പിന്നല്ലേ തെറിപ്പേരും ചീത്തപ്പേരൊക്കെ വിളിക്കാം. അപ്പം നാവ് കൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറ, നല്ലത് പറയണം. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. എന്താ നല്ലത് പറയാം? എങ്ങനെ നല്ലത് പറയാം? ഖുർആൻ പറഞ്ഞു നല്ലത് പ്രധാനമായും 3 സംസാരങ്ങളാണ് നല്ല സംസാരം. ഒന്ന്, ഖൗലൻ മഅറൂഫ, പരിഗണനയോടെ സംസാരിക്കുക. 2, ഖൗലൻ കരീമ,
ആദരവോടെ സംസാരിക്കുക, ബഹുമാനത്തോടു കൂടി സംസാരിക്കുക. 3 ഖൗലൻ ലയ്യിന, സോഫ്റ്റായിട്ട് സംസാരിക്കുക. ഖൗലൻ ലയ്യിന, സോഫ്റ്റായിട്ട് സംസാരിക്കുക. 4 ഖൗലൻ സദീദ, സത്യമുള്ളത് മാത്രം സംസാരിക്കുക. വേറെ സംസാരങ്ങളെ ഖുർആൻ പറയുന്നുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട 4 സംസാര മര്യാദ, അതാണ് നല്ല സംസാരം. 1 ഖൗലൻ കരീമ എന്നാണ്, ആദരവോടെ സംസാരിക്കണം, ബഹുമാനത്തോടെ സംസാരിക്കണം. അതാണ് നല്ലത് പറയാം. ആരോടാ ബഹുമാനത്തോടെ സംസാരിക്കേണ്ടത്? ഖുർആൻ അത് പറഞ്ഞത് മാതാപിതാക്കളുടെ വിഷയത്തിലാണ്. പിന്നെ പറഞ്ഞത് വയസ്സിന് മൂത്തവരോടാണ്, സ്ഥാനത്തിന് മുതിർന്നവരോടാണ്. 1 വയസ്സിന് മുതിർന്നവർ, 2 സ്ഥാനം കൊണ്ട് മുകളിൽ നിൽക്കുന്നവർ. അവർ ചിലപ്പോൾ വയസ്സിന് നമ്മളെക്കാളും താഴെയായിരിക്കും, പക്ഷെ സ്ഥാനം കൊണ്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും ഭയങ്കര വിഷമങ്ങളെ മുഖത്ത്. ചിലവരൊക്കെ അതെ കെട്ടിച്ച് കാര്യം നിർത്തമായിട്ടാണ്. എന്നതിന് കെട്ടിച്ച് കാര്യം നിർത്താൻ ഹാപ്പിയാണ് തോന്നുന്നത്. എന്തിന് ഇത്ര സങ്കടം? അപ്പൊ ഞാൻ 4 സംസാര മര്യാദ പറഞ്ഞു. ഏതൊക്കെയാ? ഖൗലൻ മഅറൂഫ, ഖൗലൻ കരീമ, ഖൗലൻ ലയ്യിന, ഖൗലൻ സദീദ. ഇത് ഖുർആൻ പ്രശംസിച്ച് പറഞ്ഞ സംസാര മര്യാദ. അപ്പൊ നിങ്ങൾ വർത്താനം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയണമെന്നാണ്. അതിൽ ഖൗലൻ കരീമ എന്ന് പറഞ്ഞത് 1 ഉമ്മാനോട് വാപ്പാനോടും. ഹായ് ബ്രോ, വാപ്പ ഫ്രണ്ട്സ് ആണെന്നാ? അല്ല, വാപ്പാക്ക് വാപ്പാൻ്റെ സ്ഥാനമുണ്ട്, ഫ്രണ്ട്സിൻ്റെ സ്ഥാനമുണ്ട്. അതൊക്കെ വേറെ കാഴ്ചപ്പാടാണ്. അതൊക്കെ ഈ ലിബറൽ കാഴ്ചപ്പാടാണ്. എന്നിട്ട് വാപ്പാനെ വാപ്പ ഈ വീഡിയോ ഒന്ന് കത്തിച്ചെന്താണ് പറഞ്ഞ് ഞാനുള്ള ഫ്രണ്ട്ഷിപ്പ് ബന്ധമല്ല വാപ്പാനായിട്ട്. മനസ്സിലായില്ലേ? വാപ്പാൻ്റെ ചുണ്ടുമെന്ന് സിസർ കത്തിച്ച് കണ്ട് വലിക്കണ ബന്ധമല്ല വാപ്പാനായിട്ട്. വാപ്പ എന്ന് പറഞ്ഞാൽ ആദരവോടുകൂടിയാണ്. ഖൗലൻ കരീമ, ബഹുമാനത്തോടു കൂടി സംസാരിക്കേണ്ടവരാണ് ഉമ്മയും വാപ്പിയും. അതാണ് നല്ലത് പറയാന്ന് പറഞ്ഞത്. അപ്പൊ ബഹുമാനം, വയസ്സിന് മൂത്തവരോട്, ജൂനിയേഴ്സ് സീനിയേഴ്സിനോട് വർത്താനം പറയുമ്പോൾ ആ ഒരു ബഹുമാനം കൊടുക്കണം. അള്ളാഹു വെച്ച ബഹുമാനമാണ്. മനസ്സിലായില്ലേ? മുടി നരച്ചവരോട് ആദരവോടെ സംസാരിക്കാൻ പാടുള്ളൂ. മുടി നരച്ചവരോട് കാക്കാരൊക്കെ ഉണ്ടാവും, ആ മാറിക്ക് തന്ത, അങ്ങനെയൊന്നുമില്ല. ബഹുമാനത്തോടെ സംസാരിക്കാൻ പാടുള്ളൂ. ഏതായി തന്ത, ഏതായി കാക്ക, പോയാണെ പറ്റൂല. ബഹുമാനം. ഇന്നമിൻ ഇജ്ലാലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് ഇക്റാമു ദിശ്ശൈബത്തിൽ മുസ്ലിമീൻ, മുടി നരച്ചവരെ ബഹുമാനിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബസ്സിൽ നമ്മളൊക്കെ ഇങ്ങനെ കാലും കയറ്റി വെച്ചായിട്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഇരിക്കും പോലെ ഇരിക്കുമ്പോൾ വയസ്സിന് മുതിർന്നൊരു അപ്പൂപ്പൻ അവിടെ ഉണ്ടെങ്കിൽ ആ കാക്കാൻ അവിടെ ഇരുത്തി നമ്മൾ എണീറ്റ് നിൽക്കണം. അതാണ് ആദരവ് എന്ന് പറയുന്നത്. അത് പ്രവൃത്തിയിലും വേണം, സംസാരത്തിലും വേണം. അതേപോലെ ഖൗലൻ കരീമ എന്ന് പറഞ്ഞത് ജ്യേഷ്ഠ സുഹൃത്ത് കാക്കാനോട് സംസാരിക്കുമ്പോൾ, ഇത്താത്താരോട് സംസാരിക്കുമ്പോൾ ബഹുമാനം വേണം. നമ്മുടെ താത്താനോട് സംസാരിക്കുമ്പോൾ ആ ബഹുമാനം, നമ്മുടെ ജ്യേഷ്ഠനോട് സംസാരിക്കുമ്പോൾ ആ ബഹുമാനം, വയസ്സിന് മുതിർന്നവരോട് ആ ബഹുമാനം കൊടുക്കും. ഇത് അള്ളാഹു വെച്ച സൽ സ്വഭാവമാണ്. അതേപോലെ ഖൗലൻ മഅറൂഫ എന്ന് പറഞ്ഞ ആരോടാണ്? ഖുർആൻ പറഞ്ഞ ആരോടാണ്? വലാ തൂതു സുഫഹ അംവാലകും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ ഫർസുഖൂഹും മിൻഹു വക്സൂഹും വഖുൽ ലഹും ഖൗലൻ മഅറൂഫ. സൂറത്തു നിസായിലാണ് അള്ളാഹു അത് പറഞ്ഞത്. എല്ലാവരോടും ഖൗലൻ മഅറൂഫ, പരിഗണനയോടെയാണ് സംസാരിക്കേണ്ടത്. പക്ഷേ ഇവിടെ പറഞ്ഞാരാണ്? ബുദ്ധി മന്ദീഭവിച്ച് മാനസിക നില തെറ്റിയ ഭ്രാന്തന്മാരായ ആളുകൾ സമൂഹത്തിൽ കാണൂലേ, അവരോട് സംസാരിക്കുന്നിടത്താണ് ഈ സംസാര മര്യാദ പറഞ്ഞത്. അവർ നിങ്ങൾ പൈസ ഒന്നായിട്ട് അവർക്ക് കൊടുക്കരുത്. കാരണം ക്രയവിക്രയ പിരാന്തൻ്റെ അടുത്ത് ഇതാ ഒരു 10,000 ഉറുപ്പിക കൊടുത്താണ് ബിസിനസ് നടത്തി വാന്ന് പറയാൻ പറ്റുമോ? അപ്പം അള്ളാഹു പറയാണ്, നിങ്ങൾ ഒരു ഭ്രാന്തൻ്റെ കയ്യിലോ മാനസിക നില തെറ്റിയ ഒരാളെ കയ്യിലോ പൈസയായിട്ട് കൊടുക്കരുത്. പിന്നെന്ത് ചെയ്യണം? വർസുഖൂഹും മിൻഹു, നിങ്ങൾ അവർക്ക് തിന്നാൻ കൊടുക്കണം. വക്സൂഹും, നല്ല വസ്ത്രം ധരിപ്പിക്കണം. എന്നിട്ട് പറഞ്ഞതാണ് വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, അവരോട് പരിഗണനയോടെ സ്നേഹവായ്പകളോടുകൂടി സംസാരിക്കണം. അപ്പം അതാണ് സംസാരത്തിൻ്റെ മര്യാദ. അതെല്ലാവരോടും, പ്രത്യേകിച്ച് അശരണരോടും അഗതികളോടും വിധവകളോടും പാവപ്പെട്ടവരോടും ഒക്കെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. പിന്നെ ഖൗലൻ ലയ്യിന, സോഫ്റ്റായിട്ട് സംസാരിക്കണം എന്നാണ്. അത് സംസാരത്തിൻ്റെ മറ്റൊരു മര്യാദയാണ്. സോഫ്റ്റായിട്ട് സംസാരിക്കുക. ഉമ്മ നമ്മളോട് ചോദിക്കാണ്,
എവിടുക്ക പോകണം, ഞാൻ പോച്ചോടത്തേക്ക് പോകും, ഇന്നൊക്കെ എന്ത്, അത് സോഫ്റ്റ് അല്ല, അത് കട്ടിയാണ്. അങ്ങനെ ഒരാളോട് സംസാരിക്കാൻ പറ്റും, ഒരാളോട് സംസാരിക്കാം. ഇപ്പം നമ്മളെ സുഹൃത്തുക്കൾ എന്തെങ്കിലും വന്ന് ചോദിക്കണേ, എൻ്റെ ആ നോട്ട്ബുക്കൊന്ന് തരുമോ എന്ന് ചോദിച്ചാൽ സോഫ്റ്റായിരിക്കും, വളരെ സോഫ്റ്റായിരിക്കും. നരകത്തിൻ്റെ തീനാളം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞ 3 സ്വഭാവമുണ്ട്. ഒന്ന് കുല്ല ഹയ്യിൻ സിമ്പിളായ, ലയ്യിൻ സോഫ്റ്റായ, ഖരീബ് ഇൻറ്റിമസിയായ വ്യക്തിത്വമുള്ള ആളുകൾ. ഈ 3 വ്യക്തിത്വം നമ്മളിൽ വേണം. ഒന്ന് സിമ്പിളായിരിക്കണം, ജാടടാൻ പാടില്ല. ജാടടുകയാണെങ്കിൽ ഞാനൊക്കെ ഇടണം. സൗന്ദര്യം കൊണ്ട് ചില ആളുകൾക്ക് അങ്ങനെയാണ്, സൗന്ദര്യം ഉണ്ടെന്ന് വിചാരിച്ച് ഭയങ്കര ജാടയായിരുന്നു. കുറച്ച് പൈസയും പത്രാസും ഉണ്ടെങ്കിൽ വമ്പിച്ച ജാടയായിരുന്നു. പഠിപ്പികളാണെങ്കിൽ വമ്പിച്ച ജാട. ഈ ജാട പറ്റൂല എന്നാണ് സ്വഭാവത്തിൽ പറഞ്ഞത്. വളരെ സിമ്പിളായിരിക്കണം, ആർക്കും എന്തും ചെന്നും പറയാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം. അതേപോലെ തന്നെ വളരെ സോഫ്റ്റായിരിക്കണം, ഇൻറ്റിമസി ആയിരിക്കണം. ചേർത്ത് പിടിച്ച് തോള് കൈയിട്ട് എന്താണ്, കൈ പിടിച്ച് ഹസ്തദാനം കൊടുത്ത് എന്താണ് പ്രശ്നം, മുഖത്ത് നോക്കി ഐ കോണ്ടാക്ട് ഇട്ട് പുഞ്ചിരിയോടെ, ജാടല്ല. അങ്ങനെയുള്ള ആളുകളെ നരകത്തിൻ്റെ തീനാളുകൾ സ്പർശിക്കൂല എന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ, ഫൽ യഖുൽ ഖൈറ, നല്ലത് പറയാം. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് സംസാരിക്കാം. അതേപോലെ തന്നെ മറ്റൊന്ന് ഖൗലൻ സദീദ, സത്യമുള്ള വാക്കേ പറയാൻ പാടുള്ളൂ, തൗഹീദേ പറയാൻ പാടുള്ളൂ. ശിർക്കിനെ പ്രശംസിച്ച് പറയരുത്, അശ്ലീലതയെ മഹത്വപ്പെടുത്തി പറയരുത്. എടാ അവിടെ ഗാനമേളുണ്ട്, വാടാ, നല്ല അടിപൊളി പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്, വാന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഹറാമാക്കിയ സാധനമാണ്. അതിനെ മഹത്വപ്പെടുത്തിയിട്ട് പറയാൻ പറ്റില്ല നാവുകൊണ്ട്. എടാ അവിടെ നല്ല എന്താ യമണ്ടൻ സിനിമയാണ്, വാറിനാണ് വിളിച്ചുകൊണ്ടാൻ പറ്റില്ല. സിനിമയെ മഹത്വപ്പെടുത്താൻ പറ്റില്ല, കാരണം അത് അശ്ലീലതയുടെ പ്രദർശനങ്ങളാണ്, വൃത്തികേടുകളെ പ്രദർശിപ്പിക്കാൻ. അതേപോലെ കിന്നാര വർത്തമാനങ്ങളും പ്രേമസല്ലാപങ്ങളും വൃത്തികേടാണ്, ഫാഹിഷത്താണ്. ലൈസൽ മുഅ്മിനു ബിത്വആനിൻ വലൽ ലആനിൻ വലൽ ഫാഹിഷി, അശ്ലീല വർത്തമാനം പറയില്ല ഒരു സത്യവിശ്വാസി എന്നാണ്. അപ്പോൾ അശ്ലീലതകൾ പറയാം, ശ്ലീലമല്ലാത്തത് അസഭ്യങ്ങൾ പറയാം, അതൊക്കെ ദുസ്വഭാവങ്ങളാണ്. അപ്പോൾ നല്ലത് പറഞ്ഞാൽ മതി, നല്ല രൂപത്തിൽ പെരുമാറുക, നല്ലത് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ വായ തുറക്കരുത് എന്നാണ് ഈ വായ തന്നോ നമ്മളോട് പറയുന്നത്. അതാണ് വിഷയം. ഈ നാവിന് സംസാരശേഷി തന്ന, ഈ ചുണ്ടുകളെ ചലിപ്പിക്കാൻ ശേഷി തന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, സംസാരിക്കുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ വായ പൂട്ടി അവിടെ ഇരിക്കാൻ. അതാണ് ഹദീസ്. അള്ളാഹു ഉണ്ട്, പരലോകമുണ്ടെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ അതാ ചെയ്യേണ്ടത്. നമ്പർ 2, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണ് അള്ളാഹു ഉണ്ട്, മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നത്, ഫൽയുക്രിം ജാറഹു, അയൽവാസിയെ ആദരിക്കണം എന്നാണ്, ബഹുമാനിക്കണം എന്നാണ്. അയൽവാസിനെ എങ്ങനെ ബഹുമാനിക്കാം? അയൽവാസി വരുമ്പം മടക്കുത്തയച്ചിട്ട് അവർകളെ വരും, അങ്ങനെ കാണിക്കലാണോ? എങ്ങനെയാണ് അയൽവാസിയെ ബഹുമാനിക്കുക? അയാൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവൾ വരുന്ന സമയത്ത് എണീറ്റിക്കലാണോ? ബഹുമാനം എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് നന്മ ചെയ്തു കൊടുക്കലാണ്. നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് നന്മ ചെയ്യലാണ് ആദരവ്. അത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടാണ്. അതാണ് ഈമാൻ കാര്യത്തിൽപ്പെട്ടാണ് നല്ലത് സംസാരിക്കുക. അപ്പോൾ ഈമാനുള്ളൊരു മനുഷ്യനാണോ അയാൾ? ഈമാനിന് 70 ചില്ലാനും ശാഖ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഉണ്ടാ. അതിൽ ഒന്നാണ് നല്ലത് പറയാനുള്ളത്. 2, അയൽവാസികൾക്ക് നന്മ ചെയ്യാം. അയൽവാസികൾക്ക് എങ്ങനെ നന്മ ചെയ്യാം? അവരുടെ വീട്ടിലൊരു മരണമുണ്ടോ, അതിലെല്ലാത്തിലും നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേരുക. അവരുടെ വീട്ടിലൊരു സന്തോഷത്തിൻ്റെ കല്യാണം നടക്കുന്നുണ്ടോ, അതിൽ മുഴുവൻ നമ്മൾ സഹകരിക്കുക. നമ്മുടെ വീട്ടിൽ വിശേഷപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിൽ നിന്നൊരു പങ്ക് അവർക്ക് കൊടുക്കുക. നമ്മുടെ വാപ്പ ഗൾഫിൽ നിന്ന് വരികയാണോ, അയാൾ കൊണ്ടുവന്ന ചോക്ലേറ്റുകളും വിഭവങ്ങളും സമ്മാനങ്ങളും അയൽവാസികൾക്കും കൊടുക്കുക. നമ്മൾ അങ്ങാടി പോവുകയാണോ, അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാവുന്ന ഉപകാരങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ 2, അവരെ ഉപദ്രവിക്കാതിരിക്കുക. അയൽവാസികളെ ഉപദ്രവിക്കൽ എങ്ങനെയാണ്? കടക്കണ്ണെറിഞ്ഞും കട്ടുനോക്കിയും അനുരാഗ വിലോചനായി അയൽവാസികളെ നോക്കി നിൽക്കുന്ന ചില മനുഷ്യന്മാരും അങ്ങനത്തെ സ്വഭാവക്കാരുണ്ട്. അയൽവാസികളുടെ സ്വകാര്യതകളിലേക്ക് എത്തി നോക്കുക, അവരടിച്ചു വാരുന്നതും അവർ തുണി അലക്കുന്നതും അവരുടെ ബെഡ്റൂമിലേക്കും എത്തി നോക്കുക എന്നത് കണ്ണുകൊണ്ടുള്ള ഉപദ്രവമാണ്. അവരെക്കുറിച്ച് പരിഹസിക്കുക, അവരെക്കുറിച്ച് കുറ്റം പറയുക എന്നതും അവരെക്കുറിച്ച് അപകീർത്തിപ്പെടുത്തി അവരുടെ അഭിമാനത്തിന് ക്ഷതപ്പെടുത്തുക എന്നുള്ളത് നാവ് കൊണ്ടുള്ള തിന്മയാണ്.
അയൽവാസിയുടെ വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ +2കാരിയെയും 10ാം ക്ലാസ്സുകാരിയെയും പോയി പ്രണയിക്കുക എന്നതും അയൽവാസികളെ ഉപദ്രവിക്കലാണ്. അവരുടെ പറമ്പിലുള്ള തേങ്ങ അടക്കം അടിച്ചു മാറ്റുന്ന ആളുകളുണ്ട്. അവരുടെ അതിരുകൾ തുരക്കുന്ന ചില തുരപ്പന്മാരുമുണ്ട്. നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവില്ല, കുറച്ചുകൂടി വലുതാകുമ്പോൾ അയൽവാസികൾ അതിര് മാന്തൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് അതൊന്നും വലിയ വിഷയം ഉണ്ടാവില്ല. അങ്ങനെ അയൽവാസികളെ മുതൽ അപഹരിക്കുക, അവരുടെ ഭാര്യയെ വ്യഭിചരിക്കുക, അവരുടെ പെൺമക്കളെ പ്രേമിച്ച് നടക്കുക, ഇങ്ങനെ കാണിക്കുന്ന ചില പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകരുത്. അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ എന്നാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ലൈഫഹു, അതിഥിയെ സൽക്കരിക്കണം, ആദരിക്കണം. നമ്മുടെ വീട്ടിൽ അതിഥികൾ വരാറുണ്ടോ? ആരൊക്കെയാ വരിക? അതിഥികളായിട്ട് നമ്മളെ വീട്ടിൽ ആരൊക്കെയാ വരിക? പെങ്ങള് കെട്ടിച്ചോടത്തുനിന്ന് വിരുന്ന് വരും, അനിയത്തി വരും, ജ്യേഷ്ഠത്തിമാർ വരും, അമ്മാവൻ വരും, എളാപ്പ മൂത്താപ്പന്മാർ വരും, നമ്മുടെ കുടുംബത്തിലുള്ളവർ വരും, അല്ലാത്ത സുഹൃത്തുക്കൾ വരൂലേ, ചങ്ക് ബ്രോ, തിക്ക് ഫ്രണ്ട്സ്, പെരുന്നാളായൊക്കെ നമ്മളെ വീട്ടിൽ വരൂലേ. ആര് വന്നാലും അതിഥികളാണവർ. നമ്മുടെ വീട്ടിലേക്ക് വന്നവർ നമ്മുടെ അതിഥികളാണ്. അവരെങ്ങനെ ബഹുമാനിക്കാം? എന്താ പോകുന്നത്? ഇരിക്കണമെങ്കിൽ ഇരുന്നാ ആണേ ഇരുന്നാ മതി, ചോറിനുണ്ടാവില്ലല്ലോ, ഇന്നെ പോകൂലേ? അങ്ങനെ ആദരിക്കുക. 3 ദിവസം അവരെന്തിനാ വന്നതെന്ന് കൂടി ചോദിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ ആദരവിൻ്റെ പരമകാഷ്ട. വീട്ടിൽ വന്നാൽ അവർക്ക് വേണ്ടി, ഇപ്പോൾ ഇബ്രാഹിം നബിൻ്റെ വീട്ടിൽ 2 മലക്കുകളാണ് വന്നത്, പക്ഷെ മനുഷ്യരൂപത്തിലാണ് വന്നത്. ഇബ്രാഹിം നബി എന്താ ചെയ്ത്? ഒരു മാടിനെ പോയി അറുത്ത് അവർക്ക് ഭക്ഷണം കൊടുത്തു. അപ്പോൾ കോഴിയെ അറുക്കുക, ആടിനെ അറുക്കുക, ആടിനും കോഴിക്കും വേണ്ടി ഓടുക, എന്നിട്ട് അവർക്കത് കൊണ്ടുവന്ന് വെച്ചു കൊടുത്ത് വിഭവങ്ങൾ ചൂടുള്ളതും തണുത്തതും പിന്നീട് പലജാതി ഐറ്റംസ് കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക. ചിലപ്പോൾ നമ്മളത്തെ കുട്ടികൾ എന്താ പറയുക, വീട്ടിൽ ഇനി എളാപ്പ വന്നാലും മൂത്താപ്പ വന്നാലും ഒക്കെ ഫോണുമ്മ കളിച്ചായിരിക്കും, ഒറ്റ ഒന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല, ആരാ വന്നതെന്നും കൂടി കാണണ്ട, ഒക്കെ ഫുള്ള് ഞോണ്ടലും തൊണ്ടലും മാന്തലും ആയിരിക്കും. അവിടെ ആര് വന്നു, അമ്മാവൻ വന്നോ, ബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കാത്തവരാണ് പലരും. വീട്ടിൽ കയറി വന്ന അതിഥിയെ ആദരിക്കുകയും സൽക്കരിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്നത് ഇസ്ലാമികമായി ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മൻ കാന യുഅ്മിനു എന്ന് പറഞ്ഞത്. ഈമാൻ കാര്യങ്ങളിൽപ്പെട്ടതാണ് അതിഥികളെ ആദരിക്കുക. അപ്പം നമ്മളെ വീട്ടിൽ ആര് വന്നാലും സ്നേഹത്തോടെ TV കണ്ടിരിക്കല്ല, ഫോണുമ്മ കളിച്ചിരിക്കല്ല, അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം, അവർക്ക് നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിഭവങ്ങളാക്കി കൊടുക്കുക. കിടക്കുമ്പോൾ ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില വീട്ടിലൊക്കെ ആരെങ്കിലും വിരുന്ന് വന്നാൽ കുടുങ്ങി, ബെഡ്റൂം ഉണ്ടാവില്ല. ഇനി ബെഡ്റൂം കൊടുത്താൽ തന്നെ പുതപ്പ് കൊടുക്കൂല, തലയിണയും കൊടുക്കൂല, ബെഡ്ഷീറ്റും കൊടുക്കൂല, തുണി അവർക്ക് മാറ്റിയെടുക്കേണ്ടി വരും, ഉണ്ടൊക്കെ അതും കൊടുക്കൂല. ഒരു നിലക്ക് ഇപ്പം നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് ഒരാൾ വന്നു വിചാരിച്ചത്, അയാളും ആദരിക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ അതിഥി നമ്മുടെ ഹോസ്റ്റൽ കുടുംബത്തിലേക്ക് വന്നു വിചാരിച്ചോളൂ, അയാളെ ആദരിക്കണം. അതിഥിയെ ആദരിക്കുക എന്നുള്ളത്. അതിഥി എവിടെയും ആവാം, എങ്ങനെയാവാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, നിങ്ങളെ കാണാൻ ലോകപ്രശസ്ത ചിന്തകനും എഴുത്തുകാരനും ഫിലോസഫറും കവിയും ആയ മുഹമ്മദ് മുസ്തഫ മമ്പാട് വന്നു വിചാരിച്ചോളൂ, ഞാനാണ്, എന്നെ നിങ്ങൾ ആദരിക്കണം. മനസ്സിലായില്ലേ? ഇപ്പം ഇങ്ങോട്ട് രാഹുൽ ഗാന്ധി വരികയാണ്, രാഹുൽ ഗാന്ധിനെ ആദരിക്കണം. മഅദല്ല, ഞാൻ ലോകപ്രശസ്തനെന്നല്ല. അതിഥിയെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ആരും ആവാം. ഇപ്പം നിങ്ങളുടെ കോളേജിലേക്ക് ഒരു പുതിയ ആൾ വന്നു, ഒരു പുതിയ പ്രൊഫസർ വന്നു, ഒരു മേലുദ്യോഗസ്ഥൻ വന്നു നിങ്ങളുടെ കോളേജിലേക്ക്, അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഡോക്ടർ വന്നു, അയാളെ ബഹുമാനിക്കണം, ആദരിക്കണം. ആരെയും വെറും കൃത്രിമാണ് നമ്മളൊക്കെ ലൈഫിൽ. ഇപ്പം ചില കമ്പനികൾ ഇപ്പം ജ്വല്ലറിൻ്റെ മുമ്പിൽ ഒരു സെക്യൂരിറ്റിനെ നിർത്തുകയാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ആ ഡോറ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസിലൊക്കെ ചില പെൺകുട്ടികളൊക്കെ അവർ കൊണ്ടുവന്ന് നിർത്തും.
അവരെങ്ങനെ പെരുമാറല്? എയർ ഹോസ്റ്റസൊക്കെ എങ്ങനെ പെരുമാറല്? ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ആ ബഹുമാനം ശമ്പളം കിട്ടാനുള്ള ബഹുമാനമല്ല. ഇസ്ലാം പറഞ്ഞത് ആ ബഹുമാനം ജനങ്ങളോട് കാണിക്കാനുള്ളതാണ്. ആ സ്നേഹവും പരിഗണനയും എല്ലാവരോടും, പ്രത്യേകിച്ച് അതിഥികളോട്. അപ്പോൾ ഈ ഹദീസ് നമുക്ക് മാഷാ അല്ലാഹ് പഠിപ്പിച്ചു തരുന്നത്, അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലതേ പറയാം. അപ്പം ചീത്ത പറയുമ്പോൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ഇത് ചീത്തയാണ്, ഇത് പറയാൻ പറ്റുമോ, ഇത് തെറിയാണ്, ഇത് പറയാൻ പറ്റുമോ. അശ്ലീലതകൾ ഇപ്പോൾ ഫോണിലൂടെ നമ്മളോട് ആരെങ്കിലും കിന്നാരം പറയാൻ പറഞ്ഞാൽ, ഒരു കാമുകിയോ കാമുകനോ ഒക്കെ ഈ തോന്നിയാസം പറയാൻ വിളിച്ചോലോ. അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഇത് സംസാരിക്കാൻ പറ്റില്ല. അതാണ് അള്ളാഹു ഇതിലൂടെ, ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് കൊടുക്കുന്ന വഹയും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഉത്ബോധനവും. അപ്പം ഞാനിനി ഇതിൻ്റെ അർത്ഥം പറയാൻ പോവാണ്. നിങ്ങളിതിൻ്റെ അറബി പറയാൻ പോവാണ്. നിങ്ങളിതിൻ്റെ അർത്ഥം പറഞ്ഞിരുന്നു. നമ്പർ 1, മൻ കാന യുഅ്മിനു ബില്ലാഹി. എന്താ അർത്ഥം? ആർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവോ, ഫൽയഖുൽ, അവൻ പറയട്ടെ, ഖൈറ, നല്ലത്, ഔ ലിയസ്മുത്, ഔ അല്ലെങ്കിൽ ലിയസ്മുത്, മിണ്ടാതിരിക്കട്ടെ, സംസാരിക്കാൻ തന്നെ പാടില്ല. 2, മൻ കാന യുഅ്മിനു ബില്ലാഹ്, ആർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ, വൽ യൗമിൽ ആഖിർ, പരലോകത്ത് വിശ്വസിക്കുന്നുവോ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവോ, ഫൽയുക്രിം, അവൻ ആദരിക്കട്ടെ. അക്രമ യുക്രിം പറഞ്ഞാ അവൻ റെസ്പെക്റ്റ് ചെയ്യട്ടെ. ആരെ? ജാറുഹു, അവൻ്റെ അയൽവാസിയെ. മൻ കാന യുഅ്മിനു ബില്ലാഹ്, ആർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ, വബിൽ യൗമിൽ ആഖിർ, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ, ഫൽയുക്രിം, അവൻ ആദരിക്കട്ടെ. ലൈഫഹു, ലൈഫ് അവൻ്റെ അതിഥിയെ, വീട്ടിൽ വരുന്ന അതിഥിയെ അവൻ സ്വീകരിക്കട്ടെന്നാണ്. അപ്പം ചില നാത്തുമാരുണ്ട്, ഇവരൊക്കെ ഇപ്പോൾ നാത്തുമാരാവേണ്ടവരാണ്. ഈ നമ്മളെ കെട്ടിച്ചു വിട്ടൊരു വീട്ടിലേക്ക് ആ വീട്ടിലെ പെൺകുട്ടി എന്തെങ്കിലും ഒന്ന് വിരുന്ന് വരുമ്പോൾ ഭയങ്കര സ്നേഹവും പരിഗണനയും കൊടുക്കണം എല്ലാവർക്കും. ഇനി ഇളയച്ചി, മൂത്തച്ഛൻ, ഇത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് പാലിക്കാനുള്ളൊരു സംസ്കാരവും സൽസ്വഭാവമാണ്. ഇതെന്തുകൊണ്ടാണ് ചെയ്യാം? ശരീരം കൊണ്ടാണ്. അയൽവാസികളെ ആദരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നാവുകൊണ്ടും ശരീരം കൊണ്ടും കൽബുകൊണ്ടുമാണ്. നമ്മുടെ അതിഥികളെ ആദരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? നാവുകൊണ്ടും കൽബുകൊണ്ടും ശരീരം കൊണ്ടുമാണ്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇങ്ങനത്തെ കുറേ സൽസ്വഭാവമാണ് പഠിപ്പിക്കപ്പെട്ടത്. ഈ സൽസ്വഭാവത്തെക്കുറിച്ചൊരു ഹദീസ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇന്ന അഹബ്ബക്കും ഇലയ്യ, മനുഷ്യരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം, വ അഖ്റബുക്കും മിന്നി മൻസിലത്തൻ യൗമൽ ഖിയാമ, പരലോകത്ത് വെച്ച് എൻ്റെ അടുത്ത് സ്ഥാനം ലഭിക്കുന്നത്, ഉഹാസിനക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ല സൽസ്വഭാവം കാണിക്കുന്ന ആളുകൾക്കാണെന്ന്. അപ്പോൾ നമ്മൾ ഇത്തരം സൽസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും മാഷാ അല്ലാഹ് പാലിച്ച്, നല്ലത് സംസാരിച്ച്, അയൽവാസികൾക്ക് ഗുണം ചെയ്ത്, അവരെ ഉപദ്രവിക്കാതിരുന്ന്, അതേപോലെ തന്നെ നമ്മുടെ അതിഥികളെ ബഹുമാനിച്ചും ആദരിച്ചും നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പെരുമാറിയാൽ ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ മൂല്യവും ക്വാളിറ്റിയും നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മക്കും നമുക്ക് തൗഫീഖേകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ വിലപ്പെട്ട സമയം ഇത്തരം മൂല്യങ്ങളും ജീവിത നന്മകളും പഠിക്കാൻ ചിലവഴിച്ചതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ചെറിയൊരു ഹദീസായിരുന്നു അല്ലേ, പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് പറ്റി എന്ന് കരുതുന്നു. നമ്മളെപ്പോഴും അവസാനിപ്പിക്കുന്നത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. വളരെ വേഗം ഉത്തരം പറയാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കുക, നടിയുടെ സമയത്തുണ്ട്. ഫസ്റ്റത്തെ ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യദിനം അല്ലെ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരും നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഇടയിലൊക്കെ നമ്മുടെ അന്ത്യദിനത്തിന്റെ കാര്യം നമ്മുടെ ഇതര മതസ്ഥരുടെ നമ്മൾ പറയാനായിട്ട് പോകുമ്പോൾ ഇതിന് തെളിവെന്താന്നുള്ള രൂപത്തിൽ നമുക്ക് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാടേറെ തെളിവുകൾ ഇന്ന് നമ്മുടെ
ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ചോദ്യം, ഫിംഗർ പ്രിന്റിന്റെ ഒരു തെളിവ് പറഞ്ഞു അല്ലേ? അത് ഏത് സൂറത്തിലാണ്? കൈമന്തിക്ക പറഞ്ഞോ, ആദ്യം പറഞ്ഞോ. ആദ്യം ഫ്രണ്ടിന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂറത്തുൽ ഖിയാമയിലാണ് അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ബല ഖാദിരീന അല അന്നുസവ്വിയ ബനാൻ. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ സൃഷ്ടിപ്പ് അല്ലേ, അത് സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഏത് സൂറത്തിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? കൈവന്തികണ ആൻസർ അറിയുന്നവര്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അലക്കത്ത്, മുബഗത്ത്, ഇവാം, ഫക്കസൗനൽ ഇവാം ലഹ്മ, സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ തുടങ്ങിക്കൊണ്ട് ഏത് സൂറത്തിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്? സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി ലതുബഅസൂൻ. അതിന് ഫസ്റ്റ് ആയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തിന്റെ പേര് കിട്ടും. ആർക്കില്ല ആൻസർ? ഞാൻ തന്നെ നോക്കുന്നുണ്ട്. ശരി, നമുക്ക് അവസാനം ആൻസർ പറയാം. ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം, ഭവനം അല്ലെ, സ്വർഗത്തിലെ ഭവനം. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരുപാട് ഹദീസുകൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലൊന്നാണ് സ്വർഗത്തിൽ ഭവനം ഉറപ്പാക്കുന്നൊരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു കർമ്മം നമുക്ക് ഈ ഒരു കാലത്ത് വളരെ ചുരുങ്ങിയ ഈ ഒരു ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത്? നിസ്കാരം അല്ലെ, സുന്നത്ത് നിസ്കാരം, ഐച്ഛിക നിസ്കാരങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ ഭവനം ഉറപ്പാണ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സൂചിപ്പിച്ച രണ്ടാമത്തെ ക്ലാസ് ഓഫ് പീപ്പിൾ ആരാണ് എന്നതാണ് ചോദ്യം. അതായത് സ്വർഗത്തിലെ നടുവിൽ ഭവനം ലഭിക്കുന്ന കൂട്ടരുടെ സവിശേഷത എന്താണ്? മാഷാ അല്ലാഹ്, ആൻസർ ഇവിടെ ഫ്രണ്ടിൽ പറഞ്ഞു. തമാശയ്ക്ക് പോലും കളവ് പറയാത്തവർക്കാണ് സ്വർഗം ഉറപ്പാക്കിയത് എന്നുള്ളത്. ഇനി അവസാനമായി ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ആർക്കാണ് ഹദീസിൽ, പ്രസ്തുത ഹദീസിൽ ആർക്കാണ് നരകത്തിന്റെ തീനാളം സ്പർശിക്കാത്തത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്? എത്രക്കാർക്കാണ് നരകത്തിന്റെ സമയമായി? മാഷാ അല്ലാഹ്, ഇപ്രാവശ്യം നമുക്ക് ഗേൾസിന് കൊടുക്കാം. ഓക്കെ, സൗമ്യമായി വളരെ സിമ്പിളായി സോഫ്റ്റായി സംസാരിക്കുന്നവർക്കാണ് നരകത്തിലെ തീനാളം സ്പർശിക്കാത്ത പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ സൂചിപ്പിച്ചത്. നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഫസ്റ്റ് ഇയറിലൊക്കെ നമ്മളെല്ലാവരും എയ്ക്കോം അല്ലേ, എങ്ങനെ നമ്മൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ സംസാരിക്കണം എന്നുള്ളത് നമ്മൾ ക്ലാസ് വെച്ച് പഠിച്ചിട്ടുണ്ട്. എത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. പക്ഷേ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഡോക്ടേഴ്സിന് മാത്രമല്ല ഏതൊരു മനുഷ്യനോടും ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം എന്ന് നമുക്ക് ഓൾറെഡി നമുക്ക് നമ്മുടെ ദീനിൽ തന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവം കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തിന്മകൾ അല്ലാഹു മാപ്പാക്കി പുറത്തു തരുമാറാവട്ടെ. ഇനിയും അടുത്ത കൊല്ലം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതിനു മുമ്പായിട്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഇന്നത്തെ ക്ലാസ് റിവിഷൻ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താണ് ഇപ്പോൾ ഒരു സൽസ്വഭാവം ചെയ്യാൻ വേണ്ടി ഞാൻ ആരുടെയും പറയുകയാണെങ്കിൽ അതിലിപ്പോൾ എന്താ മോട്ടിവേഷൻ അല്ലേ? ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനും അതിനു മുമ്പ് ഒരു മോട്ടിവേഷൻ അത് വളരെ കാര്യമാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിരീക്ഷകൻ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം, അതായത് തൗഹീദ്, അത് ഏറ്റവും നല്ല രൂപത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പസിൽ കിതാബു തൗഹീദ് എന്ന പ്രശസ്തമായ ഗ്രന്ഥം നമ്മൾ ബോയ്സിൻ്റെ ഇടയിലും ഗേൾസിൻ്റെ ഇടയിലും കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പഠനം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ പങ്കാളികളാവാം. ഫ്രീ ആണ്, നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്തുകൊണ്ട് പലവിധ കേരളത്തിലും മറ്റു പുറത്തുമുള്ള മലയാളി സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ക്ലാസ്സുകളുണ്ട്. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് ഉസ്താദിൻ്റെ കീഴിലാണ് നമ്മൾ മാസം എക്സാമുകളും അതുപോലെ വീക്ക്ലി ക്വിസസും ഒക്കെ ആയിട്ട് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു ഡിസ്കഷനായിട്ട് കിതാബു തൗഹീദ്, നമുക്കറിയാം ഇപ്പോൾ ജാമിയ കോളേജിലാണെങ്കിലും പലവിധ പ്രശസ്ത പഠന കേന്ദ്രങ്ങളിലും അടിസ്ഥാനമായി തൗഹീദ് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന ഗ്രന്ഥമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബു തൗഹീദ് എന്ന പ്രശസ്തമായ ഗ്രന്ഥം. അപ്പോൾ തൗഹീദിനെ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അല്ലെ, അതാണ് നമ്മുടെ
ഹോൾ ജീവിതത്തിൻ്റെയും ലക്ഷ്യമായിക്കൊണ്ട് നമ്മൾ കാണേണ്ടതും. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു കിതാബ് നമ്മൾ സീരിയസ് ആയിട്ട്, അതായത് ഓരോ വീക്ക്ലി ഓരോരുത്തർക്ക് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നോട്ടുകൾ ഉണ്ടാക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കഷനൊക്കെ ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതായിരിക്കും ഇൻഷാല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പഠനയാത്ര ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഉള്ള എല്ലാ ഊർജ്ജവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. പിന്നെ പങ്കാളിത്തങ്ങൾ വിചാരിച്ചാൽ വർദ്ധിപ്പിച്ചൂടാ.